ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി LDF കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുന്നു. രണ്ടാം ദിനമായ ഇന്ന് ഒറ്റപ്പാലത്ത് നിന്ന് പ്രയാണം ആരംഭിക്കുന്ന ജാഥ ചിറ്റൂരിൽ സമാപിക്കും. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, പാലക്കാട് ജില്ലയിൽ എങ്ങനെയാണ് പര്യടനം പുരോഗമിക്കുന്നത്? രണ്ടാം ദിവസമാണ് പാലക്കാട് ജില്ലയിൽ LDFന്റെ വടക്കൻ മേഖലാ ജാഥ പര്യടനം തുടരുന്നത്. ഇന്ന് രാവിലെ ഒറ്റപ്പാലത്ത് ആദ്യ സ്വീകരണ യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്വീകരണ യോഗത്തിൽ ജാഥാംഗമായ MV ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒറ്റപ്പാലത്തേക്ക് ആവേശകരമായ ഒരു സ്വീകരണമാണ് LDF പ്രവർത്തകർ ജാഥയ്ക്ക് നൽകിയത്. കഴിഞ്ഞ ദിവസം പുലാമന്തൂർ വെച്ചാണ് പാലക്കാട് ജില്ലയിലേക്ക് ജാഥ പ്രവേശിച്ചത്. ഇതിനുശേഷം തൃത്താലയിലും പട്ടാമ്പിയിലും ചെർപ്പുളശ്ശേരിയിലും മണ്ണാർക്കാടും ജാഥയ്ക്ക് സ്വീകരണം നൽകിയിരുന്നു. ജില്ലയിലെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ആവേശകരമായ രീതിയിലാണ് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ ജാഥയ്ക്ക് പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളടക്കമുള്ളവർ രാവിലെ മുതൽ വൈകുന്നേരം നടന്ന സ്വീകരണങ്ങളിലെല്ലാം തന്നെ സ്ത്രീകളടക്കമുള്ള 100 കണക്കിന് പ്രവർത്തകർ ജാഥയിലേക്ക് കടന്നു വന്നു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടും LDF സർക്കാരിന്റെ 1000 ദിവസങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായി വിവരിച്ചുകൊണ്ടുമാണ് ജാഥ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ആദ്യ സ്വീകരണ പൊതുയോഗമാണ് ഇപ്പോൾ ഒറ്റപ്പാലത്ത് നടക്കുന്നത്. ഒറ്റപ്പാലത്ത് 100 കണക്കിന് ആളുകൾ ജാഥയെ സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ ജാഥയിൽ അണിനിരക്കാനും എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഉച്ചയ്ക്ക് ഇന്ന് 3 സ്വീകരണ കേന്ദ്രങ്ങളാണുള്ളത്. ഒന്ന് കോങ്ങാട് മണ്ഡലത്തിലെ സ്വീകരണം 3 മണിക്ക് നടക്കും. അതിനുശേഷം മലമ്പുഴ മണ്ഡലത്തിലെ സ്വീകരണം വൈകുന്നേരം 4 മണിക്ക് പുതുശ്ശേരിയിൽ നടക്കും. ഇന്ന് ചിറ്റൂരിലാണ് ജാഥ സമാപിക്കുന്നത്. 3 ദിവസങ്ങളിലാണ് പാലക്കാട് ജില്ലയിൽ ജാഥ പര്യടനം നടത്തുന്നത്. നാളെ രാവിലെ പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ സ്വീകരണം ആരംഭിക്കും. അതിനുശേഷം 12 മണ്ഡലങ്ങളിലെ സ്വീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈ 12 മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കിയ ശേഷം ജാഥ സമാപിക്കുന്ന തൃശൂർ ജില്ലയിലേക്ക് 2-ാം തീയതി ജാഥ കടക്കും. സിജു സൂചിപ്പിച്ചു, വളരെ ആവേശകരമായ സ്വീകരണമാണ് ജാഥ ഓരോ സ്ഥലങ്ങൾ പിന്നിടുമ്പോഴും ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ജനങ്ങളുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ വികാരം ഈ ഒരു ജാഥ കടന്നുപോകുന്ന വീഥികളിലൂടെ കടന്നു പോകുമ്പോഴുള്ള ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? പ്രിയ, ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ആവേശത്തോടു കൂടിയാണ് ജാഥയെ ജനങ്ങൾ വരവേൽക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ നയങ്ങളെല്ലാം തന്നെ, ജനവിരുദ്ധ നയങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായി അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ജാഥ മുന്നോട്ട് പോകുന്നത്. ഓരോ ഘട്ടത്തിലും കാർഷിക മേഖലയിലടക്കം കേന്ദ്ര സർക്കാർ തുടരുന്ന കർഷക വിരുദ്ധ നയങ്ങൾ, അതോടൊപ്പം കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെല്ലാം തന്നെ അത് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഉൾപ്പെടെ 6 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അദാനി ഗ്രൂപ്പിന് നടത്തിപ്പ് ചുമതല കൈമാറിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോ റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാഥ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആവേശകരമായ സ്വീകരണമാണ് ഓരോ മേഖലയിലും ജാഥയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ആളുകൾ ഈ ജാഥയിലെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കേരളത്തിൽ LDF സർക്കാർ 1000 ദിവസങ്ങൾ പൂർത്തിയാക്കിയ ഒരു സമയമാണ്. ഈ 1000 ദിവസങ്ങൾ പൂർത്തിയാക്കിയതിനിടയിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഓരോ മേഖലയിലും നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജാഥയിൽ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് ജാഥ മുന്നോട്ട് പോകുന്നത്. ക്ഷേമ പെൻഷൻ നൽകുന്നതും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുമെല്ലാം തന്നെ വിശദമായി വിശദീകരിച്ചുകൊണ്ട് ജാഥ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഈ ജാഥയിലെ മുദ്രാവാക്യത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. ദേശീയ തലത്തിൽ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും കർഷകർക്കും എല്ലാം വേണ്ടി നിലകൊള്ളുന്ന വർഗീയതക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ജനാധിപത്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരേണ്ടതുണ്ട്. അതിന് ഇടതുപക്ഷത്തിന് ശക്തമായ പിന്തുണ നൽകണമെന്നാണ് എന്ന മുദ്രാവാക്യമാണ് ഈ ജാഥയിൽ ഉടനീളം മുന്നോട്ട് വെക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നമുക്കറിയാം, ഈ മാസം 16 മഞ്ചേശ്വരത്ത് നിന്നാണ് ജാഥ ആരംഭിച്ചത്. അതിനുശേഷം 49ഓളം നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളുമായി ജാഥ സംവദിച്ചു കഴിഞ്ഞു. ഓരോ മേഖലയിലും ജാഥ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് അഭൂതപൂർവമായ ഈ ജനമുന്നേറ്റത്തിൽ നിന്നും വ്യക്തമാവുന്നത്.